Hello, welcome to Market Discussion of the Day. Today, March 6, 2025, Thursday ആണ്. സോ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ബാച്ച് ഈ വന്ന ചൊവ്വാഴ്ച ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരു ബാച്ച്. നമുക്ക് അടുത്ത ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. സോ ഇന്ന് നമുക്ക് ഇത്രയും ദിവസം നമുക്ക് ബേസിക്കലി കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. സോ പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളുണ്ട്. ബേസിക്കലി കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ളതിനെക്കാട്ടിലും ഇന്ന് ഇന്ന് EU ലീഡേഴ്സ് സബ്മിറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഹോൾ ഡേ ഇന്ന് EU ലീഡേഴ്സ് സബ്മിറ്റ് ആണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് അവിടെ നടക്കും. ഉക്രൈൻ വാറിനെ പറ്റി, ഉക്രൈനും US തമ്മിൽ, അല്ലെങ്കിൽ ഉക്രൈൻ പ്രസിഡന്റും US പ്രസിഡന്റും തമ്മിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ചർച്ച, അത് അതൊരു ഡീലാവാതെ പോയതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ സബ്മിറ്റിൽ നടക്കും. അതേപോലെ തന്നെ നാളെ നടക്കാൻ പോകുന്ന NFP നോൺ ഫാം പേറോളിൻ്റെ ഡിസ്കഷൻസും ഇന്നത്തെ ദിവസം നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഇന്ന് അത് കൂടാതെ തന്നെ നമുക്ക് ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്, UK ടൈമിംഗ് 1:15 മണിക്കാണ് ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. അതിനുശേഷം US ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. അത് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനുശേഷം ലഗാർഡിൻ്റെ സ്പീച്ച്, ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചും ഓൾമോസ്റ്റ് 2:15 ഉണ്ട്, 2:35 ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോയിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ GBPയിൽ ഇത് എത്രമാത്രം അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ യൂറോനെ ഇത് ഡയറക്റ്റ്ലി അഫക്റ്റഡ് ആവും. അത് യൂറോ താഴോട്ട് പോകും എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് നാളെ ബേസിക്കലി യൂറോ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം നാളെ NFP കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൂടാതെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഉക്രൈൻ പ്രസിഡന്റും US പ്രസിഡന്റും തമ്മിലുള്ള മീറ്റിങ്ങിനകത്ത് ഒരു എഗ്രിമെൻ്റ് ഒന്നും ആയിട്ടില്ല. അപ്പം എന്തൊരു കാര്യത്തിന്, എന്ത് ഒരു എഗ്രിമെൻറ്റിന് വേണമെങ്കിലും റെഡിയാണെന്ന് പറഞ്ഞ് ഉക്രൈൻ പ്രസിഡന്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് ഉറപ്പായിട്ടും US അത് കുറച്ചും കൂടെ രീതിയിൽ ബിസിനസ്സായിട്ട് കണക്കാക്കി കുറച്ചും കൂടെ ഡിമാൻഡ്സ് കൂട്ടാനുള്ള പ്ലാനുകളൊക്കെ നടക്കുന്നുണ്ടാവാം. ഓക്കെ, സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വേൾഡിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഉറപ്പായിട്ടും ഒരു എൻഡിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴാണ്, വിത്തിൻ 1 മന്തിനുള്ളിൽ അത് നടക്കേണ്ടതാണ് എന്തായാലും. ഓക്കെ, സോ കമ്മിങ് ടു നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ നോക്കുമ്പോൾ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒറ്റ കാര്യം കൂടെ പറയാം. ഫണ്ടമെൻ്റൽസ് നാളെ നമുക്ക് NFP നോൺ ഫാം പേറോളാണ്. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നിടത്തോളം ഒരു നല്ല തീരുമാനങ്ങളും ഇല്ല. ഇന്ന് തന്നെ ഇന്ന് ബേസിക്കലി ഞാൻ പേഴ്സണലി ഇപ്പം ഒരു 1 ലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് ഞാൻ ഇന്നത്തെ ദിവസം ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം 0.2 ലോട്ടേ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ 0.3 ലോട്ടേ എടുക്കത്തുള്ളൂ. ഓക്കെ, കാരണം നാളത്തെ ദിവസം NFP ആയതുകൊണ്ട് ഇപ്പം ലോസ് എങ്ങാണോ ആയി എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നാൽ അത് ചെറിയ ലോസിൽ അവസാനിപ്പിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. സോ അതുകൊണ്ട് NFP ആണെന്ന് കണക്കാക്കിയിട്ട് വേണം ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. ഇത് മനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ടെക്നിക്കൽ സൈഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY തന്നെ പോവാം. JPY ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 148.27, 148 ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് പിടിക്കും. പക്ഷെ 148 അവിടുന്ന് ബൈ ചെയ്യാനായിട്ട് ഞാൻ പറയത്തില്ല. കാരണം ട്രെൻഡ് സെല്ലാണ്, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡാണ് JPY പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ 150 അടുത്ത് വെച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെല്ലെടുക്കാം എന്നല്ലാതെ 148 താഴെ നമുക്ക് 2 മാർക്കറ്റ് ടൈമിങ്ങിൽ മാർക്കറ്റ് 1 അവർ ക്യാൻഡിൽ കടന്നാൽ നമുക്ക് അവിടുന്ന് സെല്ലെടുക്കാം. 146 വരെ നമുക്ക് ടാർഗറ്റ് വെച്ചുകൊണ്ട് അവിടുന്ന് സെല്ലെടുക്കാം എന്നുള്ളതാണ് JPYയിൽ പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ അപ്പർ സൈഡ് നാളെ ഉറപ്പായിട്ടും ഇതിൻ്റെയൊക്കെ ട്രെൻഡ് മാറും. എങ്ങോട്ട് പോകും എന്നുള്ള ഒരു കാര്യം നമുക്കറിയില്ല. അതും മനസ്സിൽ വെച്ചിട്ട് വേണം ഇന്നത്തെ ദിവസം ട്രേഡ് എടുക്കാൻ.
സോ നേരെ നമ്മൾ യൂറോയിലോട്ട് നമ്മൾ പോകുമ്പം യൂറോ അടിച്ച് കയറി മുകളിൽ പോയി. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, യൂറോ ഒക്കെ നമ്മൾ എവിടെ നിൽക്കുമ്പോഴായിരുന്നു, ഇതാ ഇവിടെ നിൽക്കുമ്പോൾ 1.04 അല്ല 1.03യുടെ അടുത്തൊക്കെ നിന്ന സമയത്ത്, അതായത് ഫെബ്രുവരി, ഇന്ന് മാർച്ച് 6 ഫെബ്രുവരി 11, അതായത് ഒരു 20 ദിവസം മുന്നേ ഓൾമോസ്റ്റ് 500 പിപ്പ് താഴെയായിരുന്നു. 1.0300 അടുത്ത്, അല്ലെങ്കിൽ 1.0300 താഴെയായിട്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ പറഞ്ഞു ലോങ്ങർ ടേമിലോട്ട് നിങ്ങൾക്ക് ക്ഷമയുണ്ട് എങ്കിൽ ലോങ്ങർ ടേമിലോട്ട് മേടിച്ചിട്ട് എന്ന്. അങ്ങനെ മേടിച്ചിട്ട് അന്ന് 1 ലോട്ടൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാർ ഇന്ന് അവരെ പ്രോഫിറ്റ് 1.08 $6,000 ഒരു മാസം കൊണ്ട് 1 ലോട്ടിൽ വെറുതെ ജസ്റ്റ് മേടിച്ചിട്ട് വെറുതെ ഇരുന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ആഴ്ച മേടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും മിനിമം അവർക്കൊരു $4,000 അടുപ്പിച്ചിട്ട് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഈ തിങ്കളാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ്ങർ ടേമിൽ മേടിക്കാനായിട്ട് മിനിമം ഒരു $4,000 പ്രോഫിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ വലിയൊരു കാര്യമാണ്. 400 പിപ്പിൻ്റെ ഒരു അപ്പർ ട്രെൻഡ്. ഓക്കെ, സോ എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ റെക്കമെൻഡ് ചെയ്യാനായിട്ടില്ല, കാരണം നാളെ NFP ഡേ ആണ്. അതുമാത്രമല്ല ഇന്ന് യൂറോനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ന്യൂസുകളും ഉണ്ട്. സോ അത് ഉറപ്പായിട്ടും യൂറോനെ പോസിറ്റീവായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. യൂറോയിൽ പക്ഷേ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. 1.0800 ആണ് ആ ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ നിൽക്കുകയാണിപ്പം. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ സെല്ല് ചെയ്യാനായിട്ട് പറയത്തില്ല. 1.08ൻ്റെ മുകളിലായിട്ട് 2 മാർക്കറ്റ് ടൈമിങ്ങിലും മുകളിൽ പോയാൽ നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് ഈവൻ നാളെ ആണെങ്കിൽ പോലും നമുക്ക് ബൈ ചെയ്യാം. പക്ഷെ നാളെ NFP ആയതുകൊണ്ട് വളരെ ചെറിയ ലോട്ട് എടുത്ത്, അതായത് ഇന്ന് നമ്മുടെ ട്രേഡ് അവസാനിക്കുന്നത് 1.0800 മുകളിലാണ് എങ്കിൽ മാർക്കറ്റ് മുകളിലായിട്ടാണ് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത്. നാളെ രാവിലെ 7:30 മണിക്കും, നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിയാണ്, നാളെ രാവിലെ 11:30 മണിക്കും യൂറോപ്പ് ഓപ്പൺ ആകുമ്പോഴും മാർക്കറ്റ് 1.08ൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ചെറിയ ലോട്ട് വേണമെങ്കിൽ ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് നാളെ NFP കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് വീണ്ടും മാർക്കറ്റ് 1.0500 കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് ലോങ്ങർ ടേമിലോട്ട് നല്ല ലോട്ടുകൾ എടുത്ത് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. മിനിമം അടുത്തൊരു വർഷം കൊണ്ട് 1500 പിപ്പ് വരെ ഉള്ള മൂവ്മെൻ്റാണ് യൂറോയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് ഒരു വർഷം കൊണ്ട് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് $15,000 ആയിരിക്കും പ്രോഫിറ്റ്. സോ ഇത് മനസ്സിൽ വെക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് യൂറോയിൽ മെയിനായിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം. നേരെ നമ്മൾ GBPയിലോട്ട് വരും. GBP സെയിം ആണ് കാണിച്ചത്. ഈ ആഴ്ചയുടെ തുടക്കത്തിലൊക്കെ നമുക്ക് 1.256066 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു മാർക്കറ്റ്. അത് പിന്നീട് മാർക്കറ്റ് ഒരൊറ്റ ആഴ്ച കൊണ്ട് 400 പിപ്പ് മുകളിലോട്ട് പോയി 1.2900 അവിടെ വെച്ച് റെസിസ്റ്റഡ് ആയിട്ടുണ്ട്. താഴോട്ട് പോവും എന്ന് വിചാരിക്കാം. പക്ഷെ എന്നാൽ പോലും നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ 1.2800 അവിടെ കിട്ടിയാൽ നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറയാനുള്ളത്. 1.2800 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. അതായിരിക്കും നല്ലൊരു സപ്പോർട്ട്. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയാൽ ഓൾമോസ്റ്റ് നമുക്ക് 1.3800 വരെ, അതായത് ഒരു 1000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് GBPയിലും കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് വിത്തിൻ നെക്സ്റ്റ് 6 മന്ത്സ്. ഓക്കെ, അത് വെയിറ്റ് ചെയ്യാനും അതിനുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ് യൂറോയിൽ. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് ഇപ്പം നിൽക്കുന്നത് 2908 സോ കഴിഞ്ഞ ക്യാൻഡിൽ, അതായത് 1 മണിക്കൂർ മുന്നേ ഉള്ള ഒരു ക്യാൻഡിൽ, അത് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് 8:30 ഇപ്പം ഇവിടെ UK-യിൽ 7 മണിക്കുള്ള ക്യാൻഡിൽ ഒറ്റയടിക്ക് 2922 താഴെ വന്ന് 2909 വരെ വന്നു. വീണ്ടും ക്യാൻഡിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇന്നത്തെ ദിവസം കുറച്ച് ട്രിക്കി ഡേ ആയിരിക്കാം ഗോൾഡിൽ, കാരണം നാളെ NFP വരുന്നുണ്ട്. സോ അതുകൊണ്ട് മാർക്കറ്റിൻ്റെ ചാർട്ടിൻ്റെ നടുക്ക് കയറി ട്രേഡ് എടുക്കാതിരിക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, നമ്മൾ 2900 വെച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന്
ഗോൾഡ് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. അപ് ട്രെൻഡ് തന്നെയാണ്, ഗോൾഡിൽ അപ് ട്രെൻഡ് തന്നെയാണ്. 2900 നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, 2892 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, 2930 മുകളിലായിട്ട് മാർക്കറ്റ് അവസാനിക്കുകയാണെങ്കിലും അതും നല്ലൊരു ബൈ അപ് ട്രെൻഡ് ആയിരിക്കും. അവിടുന്ന് 2960 അതിനുശേഷം 2980 വരെയുള്ള മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നാളെ NFP ഡേ ആണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയില്ല. ഭ്രാന്തമായിട്ട് മാർക്കറ്റ് ഓടാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് അതിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നാളെ NFP ആണെന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. ഒരു കാരണവശാലും നാളെ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 5:30-7 മണിക്കാണ് ഇന്ത്യൻ ടൈമിംഗ് നമ്മളുടെ NFP ന്യൂസ് വരുന്നത്. 7 മണിക്കാണെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ അതിനൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുന്നിടത്തോളം നല്ലൊരു തീരുമാനം വേറെ ഉണ്ടാവില്ല. കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് തരും, നല്ല നല്ല റേഞ്ചുകൾ മാറ്റി തരും നമുക്ക് എല്ലാത്തിനകത്തും. ഓക്കെ, സോ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം എന്നുള്ള 2 ദിവസം ഇന്നും ട്രേഡ് ചെയ്യേണ്ട. ഇന്ന് 901 കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യുക. അതും ഞാൻ പറയുന്നത് 10-1 2 ലോട്ട്, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.2 ലോട്ടൊക്കെ എടുത്ത് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ, പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറയാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. എന്താ പറയുക, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.